നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഹെൽത്തി ആയിട്ട് എങ്ങനെ വെയിറ്റ് കുറയ്ക്കാം അത് മാത്രമേ പറയുന്നുള്ളൂ. ഒത്തിരി ഡ്രാമയോ ആലങ്കാരികതയോ ഒന്നുമില്ല. സ്ട്രെയിറ്റ് ആയിട്ട് ഡയറ്റിനെ പറ്റിയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. സോ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ അതിന് മുൻപ് നമുക്കൊരു ദിവസം വളരെ ഹെൽത്തി ആയിട്ട് ഒരു 1/2 kg ഒക്കെ കുറഞ്ഞ് കിട്ടണമെങ്കിൽ നിങ്ങൾ അത്രയും അൺഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റുള്ള ഒരാളായിരിക്കണം. നിങ്ങൾക്ക് ഐഡിയൽ വെയ്റ്റിനേക്കാൾ ഒരു 20 കിലോ കൂടുതലുണ്ടെങ്കിൽ, ഒരു 30 കിലോ ഒക്കെ കൂടുതലുള്ളവരുണ്ട്, അതിലും കൂടുതലുള്ളവരുണ്ട്. ഏകദേശം 30 കിലോ ഒക്കെ എത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഭയങ്കര ഒബീസാണ്. നിങ്ങൾ നാട്ടുകാരിൽ നിന്ന് അപ്രിസിയേഷൻ വാങ്ങുന്നതിന് വേണ്ടിയിട്ടല്ല നിങ്ങളുടെ ബോഡി വെയ്റ്റ് കുറയ്ക്കേണ്ടത്. നിങ്ങൾ ഹെൽത്തി ആയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് നല്ലൊരു മെഡിക്കൽ റിപ്പോർട്ട്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മെഡിക്കൽ റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ വെയിറ്റ് കുറയ്ക്കുക. ഓക്കെ, സോ നിങ്ങൾ ഹെൽത്തി ആയിരിക്കുന്നതിന് വേണ്ടി വെയിറ്റ് കുറയ്ക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി ഡയറ്റ് ആൻഡ് അതിന് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഫുഡുകളും ഞാൻ ഇവിടെ തന്നെ പറയുന്നതായിരിക്കും. എന്നൊരു 1000 കാലറിയിലോട്ടോ 1300 കാലറിയിലോട്ടോ സ്വിച്ച് ചെയ്യുക എന്ന് പറയുന്നത് ട്രൂലി ഡിഫിക്കൽട്ടാണ് എന്ന് കരുതുന്നവർ ഉണ്ടെങ്കിൽ അതിനിടയ്ക്കിടയ്ക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ചെറിയ സ്നാക്കുകളും ഞാൻ ഇവിടെ തന്നെ പറയുന്നതായിരിക്കും. സോ നിങ്ങൾക്കിത് ഫോളോ ചെയ്യുക ഈസി ആയിരിക്കും. നിങ്ങൾ ഏത് വർക്കൗട്ടാണ് ചെയ്യേണ്ടത് അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞോട്ടെ, മാംഗോയുടെയും ചക്കയുടെയും സീസണാണ് അല്ലേ? ഈ സീസൺ വരുന്ന സമയത്ത് അതുപോലെ വാട്ടർമെലൺ, എൻ്റെ അമ്മേ വാട്ടർമെലൻ്റെ ഒരു സീസൺ, ഒരു ചൂടുകാലം നമ്മളെ കടന്നു പോയപ്പോൾ ഒത്തിരി വാട്ടർമെലൺ കഴിച്ച ഒത്തിരി പേരുണ്ടാവും. പലരും വാട്ടർമെലൺ ജ്യൂസ് അടിച്ചു കുടിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, എന്നിട്ട് വെയിറ്റ് കൂടുന്നത് എങ്ങനെയാണ് എന്ന് സങ്കടപ്പെടുന്നുണ്ടായിരിക്കും. മാംഗോ ജ്യൂസ് മാത്രമേ ഞങ്ങൾ കഴിക്കാറുള്ളൂ, മാംഗോ ഉള്ള സീസൺ ആവുകാനോട് മാംഗോ ഉണ്ടാക്കി കഴിക്കും, മാംഗോ ഉപ്പിട്ട് കഴിക്കും, മാംഗോ മുളക് അരച്ച് തേച്ച് കഴിക്കും, മാംഗോ മാത്രമേ കഴിക്കുള്ളൂ, എന്നിട്ട് എന്തുകൊണ്ടാണ് വെയിറ്റ് കൂടുന്നത്? സോ ഈ ഒരു പണി അറിയുന്ന ഒരാളെന്നുള്ള നിലയിൽ അതിനൊരു എക്സ്പ്ലനേഷൻ തരണമല്ലോ. അപ്പം ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് സാലഡാണ് കേട്ടോ, അത് കണ്ടു നോക്കുക. ദെൻ ഇപ്പോൾ പറയാനുള്ളത് മാംഗോ നമ്മൾ ലൈക്ക് ഒരു 30 grams ഓഫ് മാംഗോ അല്ലെങ്കിൽ ജാക്ക് ഫ്രൂട്ട്, ഏകദേശം രണ്ടും ഒരേപോലെയാണ്. 30-35 അല്ലെങ്കിൽ 30 to 40 grams ഓഫ് മാംഗോ അല്ലെങ്കിൽ 30 to 40 grams ഓഫ് ജാക്ക് ഫ്രൂട്ട് അല്ലെങ്കിൽ നമ്മൾ ചക്ക കഴിക്കുമ്പോൾ 1 ടീസ്പൂൺ ഷുഗർ കഴിച്ചു എന്ന് മനസ്സിലാക്കുക. വീണ്ടും പറയണോ, 30 to 40 gram മാംഗോ കഴിച്ചാൽ അത് 1 സ്പൂൺ ഷുഗർ കഴിക്കുന്നതിന് തുല്യമാണ്. 150 ml മാംഗോ ജ്യൂസ് അല്ലെങ്കിൽ ചക്ക ജ്യൂസ് വാട്ടെവർ കുടിക്കുന്നുണ്ടെങ്കിൽ അത് ഏകദേശം 6 to 8 ടീസ്പൂൺ ഷുഗറിന് ഈക്വലാണ്. മനസ്സിലാവുന്നുണ്ടോ? 3 മണിയാകുമ്പോൾ ഞങ്ങൾ ചായ ഉണ്ടാക്കി കുടിക്കാറില്ല, പകരം ഒരു മാംഗോ ജ്യൂസ് അടിച്ചു കുടിക്കും, ഒരു വാട്ടർമെലൺ ജ്യൂസ് അടിച്ചു കുടിക്കും എന്ന് പറയുന്നവരുണ്ട്. അവരോടാണ് എനിക്ക് പറയാനുള്ളത്, ഒരു 150 ml മാംഗോ പ്യുവർ മാംഗോ ജ്യൂസ് നിങ്ങൾ കുടിക്കുവാണെങ്കിൽ 6 സ്പൂൺ ഷുഗർ കഴിച്ചതിന് ഈക്വലാണ്. ഇതിലും ഭേദമല്ലേ നിങ്ങൾ 1 ടീസ്പൂൺ ഷുഗർ ഇട്ടിട്ട് ഒരു ചായ ഉണ്ടാക്കി കുടിക്കുന്നത്? ഇപ്പം പറയും അത് നാച്ചുറൽ ഷുഗർ ആണെന്ന്. നാച്ചുറൽ ഷുഗർ ആണെങ്കിലും ഷുഗർ തന്നെയാണ്. ഇനി വാട്ടർമെലനാണ് കുടിക്കുന്നത് എങ്കിൽ ഒരു 60 grams വാട്ടർമെലൺ നിങ്ങൾ എടുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് 1 ടീസ്പൂൺ ഷുഗർ കിട്ടുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ കഴിക്കുന്ന വാട്ടർമെലണിലും നിങ്ങൾ കഴിക്കുന്ന ജാക്ക് ഫ്രൂട്ടിലും ചക്കയിലും നിങ്ങൾ കഴിക്കുന്ന മാംഗോയിലും ഷുഗർ തന്നെയാണ്. നിങ്ങൾ ഇത് മാത്രം കഴിച്ചുകൊണ്ടിരുന്നാലും നല്ല പോലെ വണ്ണം വയ്ക്കും. വാട്ടർമെലൻ്റെ ഒരു പ്രത്യേകത, അതിന് കാലറി കുറച്ച് കുറവാണ്, പക്ഷേ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലാണ്. മാംഗോയുടെ പ്രത്യേകത കാലറി കുറച്ച് കൂടുതലാണ്, ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ്. രണ്ടും ഡിഫറെൻ്റ് ആണ്, പക്ഷേ ഷുഗർ കൂടുതലുള്ളത് മാംഗോയിലാണ്. ഇനി ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ പറഞ്ഞാലും എല്ലാ സാധാരണക്കാർക്ക് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണം എന്നൊന്നുമില്ല. സോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇപ്പോൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് നൈറ്റ് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാലഡാണ്. അതിൽ ഞാൻ വാട്ടർമെലൺ ആഡ് ചെയ്തിട്ടുണ്ട്, അത് കാലറി കുറവാണ്. ഇതൊരു ഡയബറ്റിക് പേഷ്യൻ്റൊന്നും എടുക്കാൻ പറ്റിയിട്ടുള്ള ഡയറ്റല്ല, ഡയറ്റ് ഫുഡല്ല. കാരണം വാട്ടർമെലൺ നൈറ്റ് കഴിക്കണം എന്നൊരു ഡയബറ്റിക് പേഷ്യൻറ്റിനോട് ഞാൻ പറയില്ല. പക്ഷേ മുളപ്പിച്ച ചെറുപയർ ഉപയോഗിച്ചുകൊണ്ട് സാലഡ് ഉണ്ടാക്കി കഴിക്കാം നൈറ്റിൽ. ഒരു ഏകദേശം ഒരു 150 grams ഓഫ് സാലഡ് നൈറ്റ് കഴിക്കുന്നത് നല്ലതാണ്. ഒരു മുട്ട കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പ്രോട്ടീൻ കിട്ടും. ബട്ട് പനീറൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു സാലഡ് നിലവിലുള്ളതാണ്. ഭയങ്കര വാട്ടർമെലൺ സാലഡ് എന്നുള്ള പേരിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒരു നേരം ഒരു മീലായിട്ട്, അതായത് ലഞ്ചായിട്ടൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. നമ്മൾ എന്നും സാലഡ് 3 നേരവും സാലഡ് കഴിച്ചുകൊണ്ട് നമ്മൾ ഡയറ്റ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സാലഡ് ഇൻക്ലൂഡ് ചെയ്യാവുന്ന. അപ്പോൾ ഞാൻ ഇത് നൈറ്റ് സാലഡായിട്ടാണ് കാണിക്കുന്നത്. ഇതിന് പകരം ഇഷ്ടംപോലെ സാലഡ്സ് നിങ്ങൾക്ക് നൈറ്റിലെടുക്കാം. ഇന്ന് തന്നെ നമ്മൾ ഷോർട്സിലൊരു എഗ്ഗ് സാലഡ് കാണിച്ചിട്ടുണ്ട്. അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ എടുക്കാം. ഇനി ഈ വാട്ടർമെലൺ സാലഡ് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ എടുക്കാം. അതേപോലെ ഒത്തിരി സാലഡ് റെസിപ്പീസ് നമ്മുടെ ഷോർട്സിലുണ്ട്, യൂട്യൂബ് ഷോർട്സിലുണ്ട്. അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കുകയും ചെയ്യാം. ഈ ഒരു വാട്ടർമെലൺ സാലഡ് ഏകദേശം 200 grams എടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 165 കാലറി വരെ മാത്രമേ വരുന്നുള്ളൂ. 165 to 200 കാലറി വരെയാണ് മാക്സിമം വരുന്നത് കേട്ടോ.
സോ ക്വാണ്ടിറ്റി ലിമിറ്റ് ചെയ്തുകൊണ്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ക്വാണ്ടിറ്റി ആൻഡ് ദ ക്വാളിറ്റി ഓഫ് ദ ഫുഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നോട്ട് ഓൺലി ഫോർ ഡയറ്റിന് വേണ്ടിയിട്ട് ക്വാളിറ്റി ആൻഡ് ദ ക്വാണ്ടിറ്റി ഇമ്പ്രൂവ് ചെയ്യാന്നല്ല, ഓവറോൾ ഹെൽത്തിന് വേണ്ടിയിട്ടും ഫുഡിൻ്റെ ക്വാളിറ്റി ആൻഡ് ദ ക്വാണ്ടിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ഡിന്നറിനെ പറ്റിയിട്ടാണ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് പറയുന്നത്. ഒരു മുട്ട ദിവസേന രാവിലെ ഒരു മുട്ട എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് എഗ് സാലഡ് വേണമെങ്കിൽ കഴിക്കാം. അതെന്താണെന്ന് ഞാൻ താഴെ കൊടുക്കാം. എഗ് സാലഡ്, മോർണിംഗ് എഗ് സാലഡ് നല്ലതാണ്. ഇനി അതല്ല, ഒരു ദോശ കഴിക്കണം എന്നാണെങ്കിൽ ഒരു ദോശ, ഒരു ആട്ടദോശ എടുത്താലും ഒരു പ്രോട്ടീൻ ദോശ എടുത്താലും, ഒന്നുമില്ലെങ്കിൽ റൈസ് ദോശ എടുത്താലും ഓക്കെയാണ്. റാഗി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക റൈസ് ദോശയിൽ. പിന്നെ ചട്നിയാണ് എടുത്തിരിക്കുന്നത്, ഒരു മുട്ട എടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ദോശയുടെ വലിപ്പവും റാഗി റൈസ് ദോശയിൽ എന്തൊക്കെ നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ അനുസരിച്ച് കാലറിയിൽ ചെറുതായിട്ട് ഡിഫറൻസ് വരുമെങ്കിലും ഏകദേശം വലിപ്പത്തിനനുസരിച്ചിട്ടൊക്കെ എടുത്താൽ പോലും ഒരു 330 കാലറി മാത്രമേ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വരുന്നുള്ളൂ. 330 കാലറിയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതിന് മാക്സിമം ന്യൂട്രീഷൻ റിച്ച് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് പോലുള്ള റൈസ് ഒന്നും ചേർക്കാതെ റാഗി ഉപയോഗിച്ചുകൊണ്ട്, ഓട്സ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓട്സ് റാഗി ദോശ എടുക്കാം, ഗോതമ്പ് ദോശ എടുക്കാം, റാഗി ദോശ എടുക്കാം. നമ്മുടെ പൾസസൊക്കെ ആഡ് ചെയ്തിട്ട്, ചെറുപയറും ഒക്കെ മുളപ്പിച്ചതൊക്കെ ആഡ് ചെയ്തിട്ട് ന്യൂ കൈൻഡ് ഓഫ് ദോശ ഉണ്ടാക്കാൻ നിങ്ങൾക്കറിയില്ലേ, ആ ദോശ ഉപയോഗിക്കാം. ബ്രേക്ക്ഫാസ്റ്റായിട്ട് അത് കഴിക്കുന്നത് നല്ലതാണ്. പക്ഷേ എഗ്ഗ് എടുക്കാൻ മറക്കാതിരിക്കുക. ഇനി രാവിലെ തന്നെ ഒരു ഫ്രൂട്ട് കഴിക്കാൻ ഭയങ്കരമായിട്ടൊരു ക്രേവിങ് തോന്നുന്നുണ്ടെങ്കിൽ കഴിക്കൂ. ഒരു ഹാഫ് ആപ്പിൾ കഴിക്കൂ, അല്ലെങ്കിൽ ഒരു ഹാൻഡ്ഫുൾ പൊമിഗ്രാനൈറ്റ് കഴിക്കൂ. വളരെ നല്ലതാണ്. ഇതൊന്നുമല്ല, ഒരു വെജിറ്റബിൾ കഴിച്ചാൽ മതിയെങ്കിൽ കുക്കുംബർ നല്ല സ്ലൈസ് ചെയ്തിട്ട് ഒരു 4-5 സ്ലൈസ് കുക്കുംബർ കഴിക്കൂ. വളരെ നല്ലതാണ്. ഒരു ഫുഡ് പ്ലേറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഫൈബർ ഉണ്ടോ? ഫൈബർ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എവിടെ ആഡ് ചെയ്തിട്ടുണ്ടോ? പ്രോട്ടീൻ ഉണ്ടോ? എഗ്ഗ്, ചിക്കൻ പോലെ അല്ലെങ്കിൽ പനീർ പോലെ, ടോഫു പോലെ, പയർ പരിപ്പ് വർഗ്ഗങ്ങൾ പോലെ എന്താണ് അതിലുള്ളത്? കാർബോഹൈഡ്രേറ്റ്സ്, സിമ്പിൾ അല്ല, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ലൈക്ക് റാഗി പോലെ ബ്രൗൺ കളറിൽ എന്താണ് ഞാൻ മെയിനായിട്ട് എടുത്തിരിക്കുന്നത്? ഈ വക കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ഡയറ്റ് പ്ലേറ്റ് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് വളരെ ഈസി ആയിട്ട്. അടുത്തത് ലഞ്ചാണ്. ഒരു വെജിറ്റബിൾ ലഞ്ച് പ്ലേറ്റ് ആണ് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോൺ വെജ് എടുക്കാം. ആ പാത്രത്തിലിരിക്കുന്ന കറിക്ക് പകരം ചിക്കൻ കറിയോ ഫിഷ് കറിയോ എടുക്കാം. ഇത് നോൺ വെജ് പ്ലേറ്റ് ആയില്ലേ? യെസ്. ഗ്രീൻ ബീൻസ് വേവിച്ചതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് പകരം നമുക്ക് സ്പിനച്ച്, ചീര വേവിച്ചതെടുക്കുക. ഏത് ചീര, നമ്മുടെ വീട്ടിലുള്ള ഏത് ചീര വേവിച്ചെടുത്താലും ഓക്കെയാണ്. അതല്ലെങ്കിൽ ഗ്രീൻ ബീൻസാണ് ഞാനിവിടെ വേവിച്ചെടുത്തിരിക്കുന്നത്. ചൈനീസ് ഭക്ഷണങ്ങളിൽ ഉപയോഗിക്കുന്ന ഗ്രീൻ ബീൻസ് വേവിച്ചിട്ടെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രീൻ കളറിലുള്ള എന്തെങ്കിലും വെജിറ്റബിൾസ്, ഇനി വെണ്ടയ്ക്ക വേവിച്ചെടുത്താലും ഓക്കെയാണ്. ഞാൻ എടുക്കുന്ന ഈ ഒരു ലഞ്ച് പ്ലേറ്റിന് ഏകദേശം വരുന്നത് 530 കാലറിയാണ്. അപ്പോൾ കാലറി കുറച്ചുകൊണ്ട് കൂടുതൽ ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള പ്ലേറ്റിലാണ് എപ്പോഴും ഡയറ്റ് ചെയ്യുമ്പോൾ ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള കാലറി കുറഞ്ഞുകൊണ്ടുള്ള വെജിറ്റബിൾസിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളെപ്പോഴും ഡയറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിറയെ ഭക്ഷണം കഴിക്കുകയും ചെയ്യാം, പെട്ടെന്ന് ദഹിച്ച് കിട്ടുകയും ചെയ്യും, കാലറി കുറവുമാണ്. അങ്ങനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. സോ അങ്ങനത്തെ ഒരു പ്ലേറ്റാണ് ഏകദേശം 1000 കാലറിയുടെ ഉള്ളിൽ ലിമിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇടനേരത്ത് കുറച്ചൊക്കെ ഭക്ഷണം എടുക്കണമെങ്കിൽ നമുക്കൊരു ഫ്രൂട്ടായിട്ടോ വെജിറ്റബിൾ ആയിട്ടോ എന്തെങ്കിലും എടുക്കാം. ഇപ്പോൾ ഒരു ആപ്പിൾ എടുത്തു, ഭയങ്കരമായിട്ട് വിശന്നു, ഇൻ ബിറ്റ്വീൻ ഒരു ഗ്രീൻ ടീ കുടിച്ചു, ഒരു ആപ്പിൾ കഴിച്ചു, ഒരു പൊമിഗ്രാനൈറ്റ് കഴിക്കാം. എല്ലാം കൂടി ഒന്നിച്ച് കഴിക്കാം എന്നല്ല, നല്ലോണം വിശക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു സെൽഫ് കൺട്രോൾ വേണം. ഒരു നിവൃത്തിയില്ലാതെ വിശക്കുന്നുണ്ടെങ്കിൽ ഒരു ആപ്പിൾ എടുക്കാം, അല്ലെങ്കിൽ ഒരു പോമിഗ്രാനൈറ്റ് എടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് തോന്നുകയാണ് കുറച്ച് കുക്കുംബർ കട്ടിങ്സ് കഴിച്ചാൽ എൻ്റെ വിശപ്പ് മാറും, ദെൻ ഡു ഇറ്റ്. അല്ല, കുറച്ച് ക്യാരറ്റ് കഴിച്ചാൽ മാറും, ദെൻ ഹാവ് സം ക്യാരറ്റ് പീസസ് കഴിക്കുക. അങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഹങ്കർ, ആ ഒരു വിശപ്പ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് പെട്ടെന്ന് കുറഞ്ഞ് കിട്ടുകയും ചെയ്യും. വെയിറ്റ് കുറയ്ക്കൽ എന്ന് പറയുന്നത് നമ്മുടെ മാത്രം എഫേർട്ടാണ്. വേറൊരാൾ പിന്നാലെ നടന്ന് നമ്മളെ ഫോഴ്സ് ചെയ്യേ പറയുന്ന ആൾക്ക് ബോറടിക്കും എന്നല്ലാണ്ട് അവിടെ ഒന്നും സംഭവിക്കില്ല. സോ നമ്മളെടുക്കുന്ന എഫേർട്ടാണ് നമ്മുടെ 30 കിലോയും 40 കിലോയും ഒക്കെ കുറച്ച് തരുന്നത്. ഹെൽത്തി ആയിട്ട് ഡയറ്റും വർക്കൗട്ടും ചെയ്ത് കുറയ്ക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം. വേറെ ഏത് കാര്യം നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ലൈഫിലോ അത് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കും പോലെ ബിസ്ക്കറ്റ് കൊടുക്കൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ പട്ടി നിങ്ങളെ കടിക്കും. ഇത് സിമ്പിളായിട്ടൊരു കോമഡി ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, സോ ടേക്ക് കെയർ. ഹെൽത്തി ആയിട്ട് ഫുഡ് എടുത്തുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കട്ടെ. ഇനി എൻ്റെ പ്രൈവറ്റ് ക്ലാസ് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാം ഐഡിയിലോട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ലവ് യു, ബൈ. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്, കീപ് ഷെയറിങ്. താങ്ക് യു, ലവ് യു, കെട്ടിപ്പിടിച്ചുമ്മ. ബൈ ബൈ.